BGDG 172 Gender Sensitization Society and Culture. ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Define the concept of masculinity. Describe how construction of masculinity takes place. മസ്കുലിനിറ്റിയുടെ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെ സമൂഹത്തിൽ മസ്കുലിനിറ്റി നിലവിൽ വന്നു, എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടപ്പിലായത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. Masculinity refers to the set of qualities, behaviors and roles that society expect from men. Masculinity എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ആണ്, ബിഹേവിയേഴ്സ് ആണ്, അല്ലെങ്കിൽ റോൾസ് ആണ്. അതായത് സൊസൈറ്റി ആണുങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന, മെയിലിൻ്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ഉണ്ട്. ഇങ്ങനെ അവർ പെരുമാറാവുള്ളൂ എന്നുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്. അതുപോലെ ഇന്ന റോൾസുകൾ മാത്രമേ അവരെടുക്കാവുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ സെറ്റിനെയാണ് മസ്കുലിനിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആൻഡ് ടൈംസ് ഡിഫൈൻ മസ്കുലിനിറ്റി ഡിഫറെൻ്റ്ലി. പല കൾച്ചേഴ്സും അതുപോലെ പല സമയങ്ങളിലും മസ്കുലിനിറ്റിയെ കുറിച്ച് പലതരത്തിലാണ് സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഈസ് കൺസിഡർഡ് മാൻലി ഇൻ വൺ സൊസൈറ്റി മേ നോട്ട് ബി ദ സെയിം ഇൻ അനദർ. ഒരു സൊസൈറ്റിയിൽ മാൻലി ആയിട്ട് കണക്കാക്കപ്പെടുന്ന കാര്യങ്ങൾ വേറൊരു സൊസൈറ്റിയിൽ മാൻലി ആയിട്ട് കണക്കാക്കപ്പെടണമെന്ന് ഇല്ല. എക്സാമ്പിൾ, ബീയിങ് സ്ട്രോങ്, അൺഇമോഷണൽ ആൻഡ് എ പ്രൊവൈഡർ ഈസ് ഓഫൻ കൺസിഡർഡ് മസ്കുലിൻ ഇൻ മോസ്റ്റ് സൊസൈറ്റീസ്. മിക്ക സൊസൈറ്റികളിലും മസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ സ്ട്രോങ് ആയിരിക്കണം, അൺഇമോഷണൽ ആയിരിക്കണം, അവർക്കൊരിക്കലും ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റാറില്ല, സമൂഹം അതിനെ അനുവദിക്കുന്നില്ല. പിന്നീട് അവർ പ്രൊവൈഡറായിട്ടും അവരെ കണക്കാക്കപ്പെടുന്നു. കൺസെപ്റ്റ് ഓഫ് മസ്കുലിനിറ്റി. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പോലെ മസ്കുലിനിറ്റിയുടെ കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. മസ്കുലിനിറ്റി ഈസ് നോട്ട് നാച്ചുറൽ ബട്ട് ലേൺ ത്രൂ സോഷ്യലൈസേഷൻ. മസ്കുലിനിറ്റി നാച്ചുറലായിട്ട് ഒരാൾക്ക് വരുന്നതല്ല, പകരം സോഷ്യലൈസേഷൻ, അവർ സമൂഹത്തിൽ ഇടപഴകുന്നത് വഴി അവർ പഠിച്ചെടുക്കുന്ന കാര്യമാണ് മസ്കുലിനിറ്റി. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡൊമിനന്റ് പൊസിഷൻ ഓഫ് മെൻ ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. ആൺമേൽക്കോയ്മയുള്ള സൊസൈറ്റികളെയാണ് പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം മസ്കുലിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ പൊസിഷൻ മെന്നിനാണ് എന്നുള്ളൊരു കാര്യമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ പവർ, റിലേഷൻസ്, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. ഇത് പിന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. എങ്ങനെയാണ്? പിയർ റിലേഷൻസ് വഴി, കൾച്ചർ വഴി, ഹിസ്റ്ററി വഴിയൊക്കെ ആണ് ഈ മസ്കുലിനിറ്റി ഷേപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതെങ്ങനെ നിലവിൽ വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഒരു ചെറിയൊരു ആൻസറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നന്നായിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ പവർ, റിലേഷൻസ്, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. എങ്ങനെ ഇത് നിലവിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി വഴി ആൾക്കാർ പറഞ്ഞ് മസ്കുലിനിറ്റി എന്താണ് എന്നുള്ളത് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ കൾച്ചർ വഴി നമ്മുടെ സംസ്കാരത്തിൽ ആണുങ്ങൾക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തും. പിന്നീട് പവർ റിലേഷൻസ് വഴി, അതുപോലെ അധികാരം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ആണുങ്ങൾക്ക്, അതുവഴിക്കും ഒക്കെയാണ് ഈ മസ്കുലിനിറ്റി ഷേപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി അടുത്ത കൺസ്ട്രക്ഷൻ ഓഫ് മസ്കുലിനിറ്റി എങ്ങനെയാണ് നിലവിൽ വരുന്നത്, എങ്ങനെയാണ് മസ്കുലിനിറ്റി കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത് സമൂഹത്തിൽ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ദ കൺസ്ട്രക്ഷൻ ഓഫ് മസ്കുലിനിറ്റി മീൻസ് ഹൗ സൊസൈറ്റി ടീച്ചേഴ്സ് ആൻഡ് ക്രിയേറ്റ്സ് ദ ഐഡിയ ഓഫ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി മാൻ. അപ്പം ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സൊസൈറ്റി പഠിപ്പിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ കുറച്ച് ഐഡിയാസ്, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ഐഡിയാസ്, ഇതിൽ നിന്നൊക്കെയാണ് മസ്കുലിനിറ്റി നിലവിൽ വന്നത്. ഇറ്റ് ഈസ് ലേൺ ത്രൂ ഡിഫറെൻറ്റ് ഏജൻസ്. ഇത് നമ്മൾ പഠിക്കുന്നതിന്, മസ്കുലിനിറ്റി എന്താണ് എന്ന് സമൂഹം പഠിപ്പിച്ചു തരുന്നതിന് പലതരത്തിലുള്ള ഏജൻസുകളുണ്ട്. അതിലൊന്ന് ഫാമിലി, പിന്നെ എഡ്യൂക്കേഷൻ, സ്കൂള്, പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സ് വഴി, മീഡിയ ഒരു കാരണമാണ്, കൾച്ചർ ആൻഡ് റിലീജിയൻ ഒരു കാരണമാണ്. അപ്പോൾ ഇതെല്ലാം ഏജൻസുകളാണ്. അപ്പോൾ ഫസ്റ്റ് ഏജൻറ്റ് നമുക്ക് നോക്കാം. മസ്കുലിനിറ്റി കൺസ്ട്രക്ഷന് കാരണമായിട്ടുള്ള ഏജൻസുകൾ. ഫാമിലി. ബോയ്സ് ആർ എൻകറേജ് ടു പ്ലേ വിത്ത് കാർസ് ഓർ ഗൺസ്, നോട്ട് വിത്ത് ഡോൾസ്. അപ്പം ആൺകുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് കളിക്കാനായിട്ട് കാറുകളും ഗണ്ണുകളുമാണ് കൊടുക്കുന്നത്, ഡോൾസുകളല്ല. They are told
ബോയ്സ് ഡോണ്ട് ക്രൈ ആൻഡ് ആർ ട്രെയിൻ ടു ബി ബ്രേവ് ആൻഡ് സ്ട്രോങ്. ആൺകുട്ടികൾ ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് കരഞ്ഞാൽ തന്നെ അയ്യോ ആൺകുട്ടികൾ കരയാൻ പാടില്ല, അവർ സ്ട്രോങ് ആയിരിക്കണം, ബ്രേവ് ആയിരിക്കണം എന്നുള്ള ഉപദേശങ്ങളാണ് സമൂഹം കൊടുക്കുന്നത്, ഫാമിലി കൊടുക്കുന്നത്. ഫാദേഴ്സ് ആർ ഷോൺ ആസ് ഡിസിഷൻ മേക്കേഴ്സ്, ബോയ്സ് ഇമിറ്റേറ്റ് ദം. അതുപോലെ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് എന്ത് കാര്യങ്ങൾ തീരുമാനിക്കാം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്ന, അതായത് ഡിസിഷൻ മേക്കേഴ്സ് ആണ് അച്ഛൻ എന്നുള്ള ഒരു തോന്നലിലാണ് കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ ബോയ്സ് എന്ത് ചെയ്യും, അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും, അവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി എഡ്യൂക്കേഷൻ, സ്കൂൾ, ഇത് സെക്കൻഡ് ഏജൻ്റാണ്. ടെക്സ്റ്റ് ബുക്സ് ഓഫൻ ഷോ മെൻ ആസ് ലീഡേഴ്സ്, സോൾജേഴ്സ്, സയൻറ്റിസ്റ്റ്, റീഇൻഫോഴ്സിങ് സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് റോൾസ്. അതായത് ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ലീഡറിൻ്റെ പടം അല്ലെങ്കിൽ സോൾജിയറിൻ്റെ പടമൊക്കെ കൂടുതലും ആണുങ്ങളിലാണ് അങ്ങനെയുള്ള അങ്ങനെ ആണുങ്ങളുടെ പിക്ചേഴ്സ്, അങ്ങനെയുള്ള ആണുങ്ങളുടെ പിക്ചേഴ്സാണ് കൊടുക്കുന്നത്. അപ്പം സയൻറ്റിസ്റ്റുകളൊക്കെ അവരാണ്. അപ്പം അങ്ങനെ നമ്മൾ ആ പിക്ചർ കണ്ട് ഇങ്ങനത്തെ ഒരു ഐഡിയ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ പതിയുന്നത്. റീഇൻഫോഴ്സിങ് സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് റോൾസ്. അപ്പോൾ ആണുങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടും ആക്റ്റീവായിട്ടുള്ള റോളുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നൽ എല്ലാവരുടെയും മനസ്സിൽ കയറും. ബോയ്സ് ആർ പുഷ്ഡ് ഇൻ ടു സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഗേൾസ് ഇൻ ടു ആർട്സ് ഓർ ഹോം സയൻസ്. അതുപോലെ ബോയ്സിനെ സ്പോർട്സിനും ഫിസിക്കൽ ആക്ടിവിറ്റീസിനും ഒക്കെ ചേർത്ത് വിടും. അതേസമയം ഗേൾസ് ആണെങ്കിൽ ആർട്സ് പഠിച്ചാൽ മതി, പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹോം സയൻസ്, പിന്നെ ഉണ്ടാകുന്നത് ഹോം സയൻസ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനും അങ്ങനെ ഒരു രീതിയിലാണ് പെൺകുട്ടികളെ വളർത്തുന്നത്. ഇനി അടുത്ത പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സ്. ബോയ്സ് ടീസ് അതേഴ്സ് ഹു ബിഹേവ് ഡിഫറെൻ്റ്ലി. ഇപ്പം ചില ആൺകുട്ടികൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ആർട്സിലൊക്കെ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടു ജോലികൾ ചെയ്യാനൊക്കെ ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൺകുട്ടികളെ മറ്റുള്ള ആൺകുട്ടികളെ ടീസ് ചെയ്യും, കളിയാക്കും. അതായത് അവർ ബിഹേവ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആണ്, നീ ഗേളിഷാണ്, നീ പെണ്ണുങ്ങളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ്, നീ വീക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. എക്സാമ്പിൾ, ജെൻറ്റിൽ ബോയ്സ് ആർ കോൾഡ് വീക്ക് ഓർ ഗേളിഷ്. അതായത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ബോയ്സിനെയൊക്കെ അവർ വീക്കായിട്ടും കഴിവില്ലാത്തവനായിട്ടും ഗേളിഷ്, പെണ്ണുങ്ങളെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. ബോയ്സ് കമ്പീറ്റ് ടു ഷോ സ്ട്രെങ്ത്, കറേജ് ഓർ ഡൊമിനൻസ് ടു ബി അക്സെപ്റ്റഡ് ബൈ ദ ഗ്രൂപ്പ്. ബോയ്സ് എന്ത് ചെയ്യും, അപ്പം ഇങ്ങനെയുള്ള സാഹചര്യമായത് കാരണം തന്നെ ബോയ്സ് എന്ത് ചെയ്യും, സ്ട്രെങ്ത്, കറേജ്, ഡൊമിനൻസ് ഇതൊക്കെ അന്ന് കാണിക്കുന്നതിന് വേണ്ടി അവരിങ്ങനെ ഒരു മത്സരഭാവം പോലെ അവരുടെ മനസ്സിനകത്ത് ഇങ്ങനെ വളർന്നു വരും. ഇതൊക്കെയാണ് വേണ്ടത് ആണുങ്ങൾക്ക് എന്നുള്ളൊരു തോന്നൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഫ്രണ്ട് ഗ്രൂപ്പ്, ആ പിയർ ഗ്രൂപ്പിൽ അവർക്ക് അക്സെപ്റ്റൻസ് വേണം എന്നുള്ളൊരു തോന്നൽ അവരിത് ഇങ്ങനെ കാണിക്കാനായിട്ട് മത്സരിക്കും. പിന്നെ മീഡിയയാണ് അടുത്ത ഏജൻറ്റ്. മൂവീസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ഷോസ് മെൻ ആസ് ഹീറോസ്, ഫൈറ്റേഴ്സ്, പ്രൊട്ടക്ടേഴ്സ് ആൻഡ് പ്രൊവൈഡേഴ്സ്. മൂവീസിലും അഡ്വർടൈസ്മെൻറ്റിലും ഒക്കെ മെന്നിനെ വന്നിട്ട് ഹീറോസ് ആയിട്ട്, ഫൈറ്റേഴ്സ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കൾച്ചർ, റിലീജിയൻ അടുത്ത ഏജൻസ് ആണ്. റിലീജിയസ് സ്റ്റോറീസ് ഓഫൻ ഗ്ലോറിഫൈ മെൻ ആസ് വാരിയേഴ്സ്, കിങ്സ് ആൻഡ് പ്രൊട്ടക്ടേഴ്സ്, വെൽ വിമൻ ആർ ഷോൺ ആസ് നർച്ചറിങ്. അപ്പം റിലീജിയസ് സ്റ്റോറീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ആണുങ്ങളാണ് കിങ്ങുകളായിട്ടിരിക്കുന്നത്, വാരിയേഴ്സ്, അങ്ങനെ പ്രൊട്ടക്ടേഴ്സ് ആയിട്ടൊക്കെ ഉള്ളത് ആണുങ്ങളാണ്. വിമനെ, പെണ്ണുങ്ങളെല്ലാവരെയും നർച്ചറിങ്, കെയറിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. Patriarchal rituals make men heads of families, strengthening their dominant position. ഇപ്പോൾ patriarchal rituals ഉണ്ട്. പഴയ കാലത്തൊക്കെ ആണുങ്ങൾക്ക് സ്ഥാനങ്ങൾ കൊടുക്കുന്ന പലതരം റീച്വൽസ് തന്നെയുണ്ട്. അപ്പോൾ ആ റീച്വൽസ് വഴിയാണ് ആണുങ്ങളെ അവർ ഫാമിലിയുടെ ഹെഡായിട്ട് നിയമിക്കുന്നത്. രാജാവായിട്ട് വഹിക്കുന്നത്, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ആണുങ്ങളെയാണ്. അപ്പോൾ സ്ട്രെങ്തനിങ് ദിയർ ഡൊമിനന്റ് പൊസിഷൻ, ഇത് അവരുടെ ആ പൊസിഷൻ, അതായത് മേൽക്കോയ്മയുള്ള ഒരു പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത് മസ്കുലിനിറ്റി, എത്ര തരം മസ്കുലിനിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ നടന്നുവല്ലോ, സമൂഹത്തിലൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഉണ്ട് മസ്കുലിനിറ്റിയെ പറ്റിയിട്ട്. അപ്പം അത് എത്ര ടൈപ്സ് മസ്കുലിനിറ്റി സമൂഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, ആദ്യത്തേത് ഹേഗ്മോണിക് മസ്കുലിനിറ്റി. ഹെഗ്മോണിക് മസ്കുലിനിറ്റിയുടെ ഗ്രൂപ്പിലുള്ള ആണുങ്ങൾ ഡൊമിനൻ്റ് ആയിരിക്കും, പവർഫുൾ, അഗ്രസീവ് മെൻ. അങ്ങനെ വളരെയധികം അവരുടെ മേൽക്കോയ്മ വളരെയധികം ഉള്ളിലേക്ക് എടുത്ത ആൾക്കാരാണ് ഈ ഹെഗ്മോണിക് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അവർ ഡൊമിനൻസി കാണിക്കും, അതുപോലെ വളരെ അഗ്രസീവ് ആയിരിക്കും ഇവർ. പിന്നെയുള്ളത് കോംപ്ലിസിറ്റ് മസ്കുലിനിറ്റിയാണ്. അടുത്ത തരം ആൾക്കാർ. ഇങ്ങനെയുള്ള ആണുങ്ങൾ ഈക്വാലിറ്റി സപ്പോർട്ട് ചെയ്യും,
അവർക്ക് വീട്ടുജോലികൾ ചെയ്യാനൊക്കെ കുറച്ച് ഇഷ്ടമുണ്ടായിരിക്കും. പക്ഷേ വീട്ടുജോലികൾ ചെയ്യാനും പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള ഈക്വാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് അവർ എൻജോയ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ആണുങ്ങൾക്കാണ് കോംപ്ലിസിറ്റ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. മെൻ ഹു സപ്പോർട്ട് ഇക്വാലിറ്റി ബട്ട് സ്റ്റിൽ എൻജോയ് മെയിൽ പ്രിവിലേജ്. ഇനി അടുത്തത് സബോർഡിനേറ്റ് മസ്കുലിനിറ്റിയാണ്. ജെന്റിൽ ഓർ ഇമോഷണൽ മെൻ ഓഫൻ ക്രിട്ടിസൈസ്ഡ്. ഇത് വന്നിട്ട് മറ്റുള്ള ആൾക്കാർ അവരെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യും. കാരണം ഈ ആണുങ്ങൾ വന്ന് വളരെ ജെന്റിലാണ്, അപ്പോൾ പെണ്ണുങ്ങളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണുങ്ങൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാതെ കാണുന്നുണ്ട്. സബോർഡിനേറ്റ് മസ്കുലിനിറ്റിയുടെ കീഴിൽ വരുന്ന ആണുങ്ങൾ. ഇനി അടുത്ത മാർജിനലൈസ്ഡ് മസ്കുലിനിറ്റിയാണ്. അതായത് ഈ ജെന്റിൽ ആയതുകൊണ്ടല്ല, അവർ ലോ കാസ്റ്റിലൊക്കെ ജനിച്ചത് കാരണവും ലോ ക്ലാസസിൽ ജനിച്ചത് കാരണവും അവർക്ക് അങ്ങനെയുള്ള ആണുങ്ങൾക്ക് പവർ കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ആണുങ്ങൾ മാർജിനലൈസ്ഡ് മസ്കുലിനിറ്റിയുടെ കീഴിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ 4 കാറ്റഗറിയാണ് സൊസൈറ്റി മസ്കുലിനിറ്റിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി മസ്കുലിനിറ്റിൻ്റെ കീഴിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഇമ്പാക്റ്റ് ഓഫ് കൺസ്ട്രക്റ്റഡ് മസ്കുലിനിറ്റിയാണ്. ഇനി മസ്കുലിനിറ്റി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, കൺസ്ട്രക്റ്റഡ് മസ്കുലിനിറ്റി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്, സമൂഹത്തിലുണ്ടാകുന്നത്. പ്രഷർ ഓൺ മെൻ. ആദ്യത്തെ കാര്യം, ആണുങ്ങൾക്ക് തന്നെ അത് പ്രശ്നമാണ് കുറേയൊക്കെ. ഫോഴ്സ് ടു ആക്ട് ടഫ്, ഹൈഡ് ഇമോഷൻസ് ആൻഡ് ബിക്കം ബ്രെഡ് വിന്നേഴ്സ്. ഇവർ തന്നെ സമൂഹത്തിൽ കൂടുതലും ആണുങ്ങൾ പുറത്തുപോയി സമ്പാദിക്കേണ്ടി വരുന്നു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ മാത്രമായിട്ട് നേടേണ്ടി വരുന്നു. പിന്നെ അവർക്ക് അവരുടെ ഇമോഷൻസ് ഒക്കെ ഹൈഡ് ചെയ്യേണ്ടി വരുന്നു, ടഫായിട്ട് ആക്ട് ചെയ്യേണ്ടി വരുന്നു. ഇതെല്ലാമാണ് ആണുങ്ങളുടെ മുകളിലുള്ള പ്രഷർ. പിന്നെ ജെൻഡർ ഇനിക്വാളിറ്റി ഇത് കാരണം വരുന്നുണ്ട്. അതായത് പെട്രിയാർക്കി വന്നിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ആവുന്നത് കാരണം വിമനിന് ഫ്രീഡം കുറയും. ഇതാണ് ജെൻഡർ ഇനിക്വാളിറ്റി വഴി ഉദ്ദേശിക്കുന്നത്. അടുത്ത വയലൻസ് ആൻഡ് അഗ്രഷനാണ്. ബോയ്സ് ആർ ടോട്ട് ടു സോൾവ് പ്രോബ്ലംസ് ത്രൂ പവർ ആൻഡ് കൺട്രോൾ. ബോയ്സിനെ പവറും കൺട്രോളും ഒക്കെ വഴി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ആൺകുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ വയലൻസും അഗ്രഷനും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്നു. Masculinity is not natural but socially constructed through family, education, media and culture. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, മസ്കുലിനിറ്റി നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, സൊസൈറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് പല ഏജൻസിൻ്റെ സഹായത്തോടു കൂടി. അതായത് ഫാമിലി, എഡ്യൂക്കേഷൻ, മീഡിയ, കൾച്ചർ, ഇതിലൊക്കെ കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് മസ്കുലിനിറ്റി. ഇറ്റ് ഓഫൻ പ്രൊമോട്ട്സ് പാട്രിയാർക്കി ആൻഡ് ഇനിക്വാളിറ്റി, പുട്ടിംഗ് പ്രഷർ ഓൺ ബോത്ത് മെൻ ആൻഡ് വുമൻ. ഇത് ഇങ്ങനെ മസ്കുലിനിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് വഴി പാട്രിയാർക്കിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇനിക്വാളിറ്റി ഉണ്ടാവും സമൂഹത്തിൽ. ഇത് രണ്ടും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രഷർ കൊടുക്കുന്ന ഒരു കാര്യമാണ്.